നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ദേവാലയത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് ഒന്നിനും പരിഹാരമാവില്ല. UK-യിലെ ഒരു ഇടവക വികാരി അടുത്തിടെ പുറപ്പെടുവിച്ച പ്രസ്താവനയാണിത്. ഇക്കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ നിന്ന് ഏകദേശം 1000-ഓളം പൗണ്ട് വില വരുന്ന വസ്തുക്കൾ മോഷണം പോയതിനെ തുടർന്നാണ് ഇടവക വൈദികൻ വ്യത്യസ്തമായ ഈ പ്രസ്താവന നടത്തിയത്. ബേൺലിയിലെ സെന്റ് മാത്യൂസ് ഇടവകയിലാണ് സംഭവം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ദേവാലയത്തിൽ മോഷണം നടന്നിരുന്നു. ദേവാലയത്തിനുള്ളിൽ കടന്ന വ്യക്തി മോഷണം നടത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വികാരി ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ സമീപിക്കുക. അല്ലാതെ ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ലെന്നും അത്തരം കാര്യങ്ങളിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വികാരി ഫാദർ അലക്സ് ഫ്രോസ്റ്റ് പറഞ്ഞു. മോഷണം നടത്തിയ വ്യക്തിക്ക് പ്രത്യാശയുടെ സന്ദേശവുമായാണ് വികാരി അച്ഛന്റെ പ്രസ്താവന അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വരും നാളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയില്ല എന്നാണ് ഇടവക ജനങ്ങളുടെ പ്രതീക്ഷ. കോതമംഗലം രൂപതാംഗങ്ങളായ സംരംഭകരുടെ സമ്മേളനം മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ നടന്നു. 2023 നടന്ന എപ്പാർക്കിയൽ അസംബ്ലിയിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു സംഗമത്തിന് കോതമംഗലം രൂപത നേതൃത്വം നൽകിയത്. ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഭാംഗങ്ങൾക്ക് പരസ്പരം അറിയാനും സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിലെല്ലാം സഹകരണം ഉറപ്പാക്കാനും യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം സമ്മേളനങ്ങൾ വഴി സാധിക്കുമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തേക്കണ്ടത്തിൽ പറഞ്ഞു. വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന 100ഓളം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംരംഭക രംഗത്ത് ക്രൈസ്തവരുടെ അതുല്യമായ പാരമ്പര്യം തുടരാനും പരസ്പരമുള്ള വളർച്ച ഉറപ്പുവരുത്താനും സാധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ സമാപന സന്ദേശത്തിൽ പറഞ്ഞു. ഈസ്റ്റർ വിജിലിനോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസിൽ ഇത്തവണ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് 7137 പേർ. ഫ്രാൻസിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വിശുദ്ധ വാരത്തിലാണ് ഇത്രയധികം ആളുകൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. 2023 കണക്കുകളെ അപേക്ഷിച്ച് 30% വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. വത്തിക്കാന്റെ ഔദ്യോഗിക വാർത്തകളും ലേഖനങ്ങളും ഇനി കന്നഡ ഭാഷയിലും ലഭ്യമാകും. ബാംഗ്ലൂർ അതിരൂപതയുടെ സഹകരണത്തോടെയാണ് വത്തിക്കാന്റെ വാർത്താ വിഭാഗം കന്നഡ ഭാഷ പ്രസിദ്ധീകരണത്തിന് ആരംഭം കുറിക്കുന്നത്. ഇതോടെ വത്തിക്കാന്റെ വാർത്താ വിഭാഗത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഇന്ത്യൻ ഭാഷകൾ 4ആയി. മലയാളം, തമിഴ്, ഹിന്ദി എന്നിവയാണ് ഇതര ഭാഷകൾ. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.